ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടവൾ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവ് ആസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് തിരുവല്ല സ്പെഷ്യാലിറ്റീസ്, തിരുവല്ലയുടെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും ഒരു താലൂക്കുമാണ് തിരുവല്ല എന്നത്. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ സിറ്റിയാണ് തിരുവല്ല. മധ്യ തിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്നാണ് തിരുവല്ല എന്നത്. ഇവിടുത്തെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 27.15 കിലോമീറ്റർ സ്ക്വയറാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 58,883 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. മണിമല നദിയുടെ വടക്കേറ്റത്താണ് തിരുവല്ല സ്ഥിതി ചെയ്യുന്നത്. മണിമലയാറിൻ്റെ സമീപമായിട്ടാണ്, വടക്കേറ്റത്തായിട്ടാണ് തിരുവല്ല സ്ഥിതി ചെയ്യുന്നത്. തിരുവല്ലയുടെ ചരിത്രം നോക്കുമ്പോൾ BC 500 തന്നെ ഇവിടെ മനുഷ്യവാസം ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ നവീന ശിലായുഗത്തിൻ്റെ തെളിവുകൾ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ AD 10-ാം നൂറ്റാണ്ടായപ്പോഴേക്കും രാജാക്കന്മാരുടെ കീഴിലായിരുന്നു തിരുവല്ല എന്നത്. പിന്നീട് AD 1752-53 കാലഘട്ടത്തിൽ അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന അനിലം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവല്ല പിടിച്ചെടുക്കുകയായിരുന്നു. പിന്നീട് 1948 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. പിന്നീട് 1956 കേരള സംസ്ഥാനം രൂപീകരിക്കുന്നു. പിന്നീട് 1957 ഓഗസ്റ്റ് 17 ആലപ്പുഴ ജില്ല രൂപീകരിച്ചപ്പോൾ ആലപ്പുഴ ജില്ലയോട് ചേർന്നു 1957. പിന്നീട് 1982 പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്നത്. 1982 നവംബർ 1 പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്നു. അപ്പോൾ പത്തനംതിട്ട ജില്ലയോട് ചേരുന്നു. ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ സിറ്റിയായിട്ട് തിരുവല്ല ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. തിരുവല്ലയ്ക്ക് ആ പേര് വരുവാനായിട്ടുള്ള കാരണം നഗരത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ വല്ലഭ ക്ഷേത്രത്തിൽ നിന്നുമാണ് ആ പേര് ലഭിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ശ്രീ വല്ലഭൻ്റെ പട്ടണം എന്നർത്ഥം വരുന്ന ശ്രീ വല്ലഭപുരം എന്ന പേരിൽ നിന്നുമാണ് തിരുവല്ല എന്ന പേര് വന്നതെന്നാണ് പറയുന്നത്. NRI നഗരം എന്ന പേരിലാണ് തിരുവല്ല അറിയപ്പെടുന്നത്. നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻസ്, അതായത് ഇവിടുത്തെ കൂടുതൽ ആളുകളും പ്രവാസികളാണ്. ഇവിടെയുള്ള ആളുകളിൽ ഭൂരിഭാഗവും പ്രവാസികളാണ്. അതുകൊണ്ടാണ് ഇതിനെ NRI നഗരം, NRI സിറ്റി എന്ന പേരിൽ ഇത് അറിയപ്പെടുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് തിരുവല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.